അപ്പോൾ ഞങ്ങളൊരു യാത്രയിലാട്ടാ, പെട്ടെന്നുള്ളൊരു തീരുമാനത്തിലുള്ളൊരു യാത്രയാണ്. അപ്പോൾ അത് വാഗമണിലേക്കാണ് പോണേ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വാഗമണിലൊരു ഹോം സ്റ്റേ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് വിളിച്ച് ചോദിച്ചു അവിടെ ഒഴിവുണ്ടോ എന്ന് വന്നാൽ പെട്ടെന്നുള്ള തീരുമാനമായ കാരണേ. അപ്പോൾ ആള് പറഞ്ഞു നീ പോന്നോ, കുഴപ്പമില്ല, നമുക്ക് റൂം ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 3:30 കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ടോൾ പ്ലാസ കഴിഞ്ഞിട്ടുള്ള പാലേക്കര. ഇനിയിപ്പോൾ എത്തുമ്പോൾ ഒരു 7 മണിക്ക് ആവും. അപ്പോൾ നമ്മുടെ ഇനിയുള്ള വീഡിയോ വാഗമണ്ണിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാട്ടോ. അടിപൊളി കാഴ്ചകളാണ് വാഗമണ്ണിൽ നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങളായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടാ. ആൽഫിനാട് വണ്ടി ഓടിക്കണേ, ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടി ഓടിക്കണ കാരണം അവൻ വീഡിയോയിലേക്കൊന്നും പറയാണ്ടിരിക്കണേ. അവൻ വീണ്ടും വരും അടിപൊളിയായിട്ട്. ബാക്കി നമ്മുടെ എല്ലാവരും ബാക്കിലുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വാഗമണിൽ പോവാം. വാഗമണിലെ കാഴ്ചകൾ കണ്ട് അടിച്ചു പൊളിക്കാം. നമ്മളിപ്പോൾ അങ്കമാലി എത്തിയിട്ടാ. അങ്കമാലി സെൻട്രൽ ആയിണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാ പോകണം. അതായത് പെരുമ്പാവൂര്, കാലടി പെരുമ്പാവൂര്, അങ്ങനെ തൊടുപുഴ. അപ്പൊ നമ്മള് കാലടി റൂട്ടിലേക്ക് തിരിഞ്ഞു കേട്ടാ. പെരിയാർ നദിയുടെ പാലത്തും കൂടെ അവിടെ പോണേ. ഏകദേശം നമ്മള് കാലടി കഴിഞ്ഞു. അപ്പോ നമുക്കിത് ഈ വരുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ മൂന്നാർ പോവാട്ടോ. അപ്പൊ നമ്മള് മൂന്നാറിലേക്ക് പോകുമ്പോ നമ്മൾ ഈ വഴിക്കാ പോവാറ്. ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞ് പോവും. അപ്പൊ നമുക്കിന്ന് സ്ട്രെയിറ്റാ പോണ്ടേ. നമ്മള് തൊടുപുഴ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വഴിയൊന്നും അറിയില്ല കേട്ടാ. അപ്പൊ അതെ നമ്മുടെ ഗൂഗിള് പറയണ വഴിക്കാ നമ്മള് പോണേ. നല്ല ഇങ്ങനെ ഇറങ്ങി കയറി ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടാ. അപ്പൊ അതെ നമ്മള് ഇടുക്കി മൂലമറ്റം റൂട്ടിലേക്ക് കടന്നു കേട്ടാ. അപ്പൊ ഞങ്ങളിത് ഏകദേശം തൊടുപുഴ കഴിഞ്ഞിട്ടുള്ളൂട്ടാ. അപ്പൊ എന്തായാലും ഒന്ന് ചായ കുടിക്കാൻ നിർത്തിയത്. അപ്പൊ ചായയും അതിന് വേണ്ട സ്നാക്സ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ സ്നാക്സ് ഞങ്ങള് നമ്മളവിടുന്ന് വരുമ്പോ തന്നെ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കണം, ഇനി ചായ കുടിക്കണം. അതുകൊണ്ട് എല്ലാവരും ഉഷാറാവട്ടെ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കട്ടൻ ചായ വെച്ച് കൊണ്ടുവന്നുണ്ട്. കട്ടൻ ചായയും സാൻഡ്വിച്ചാണ് ഇന്നത്തെ. 4 മണിയല്ല, 5:30 ആയി. 5:30 സമയത്താണ് ചായ കുടിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി വഴിയുണ്ട് അല്ലേ. അപ്പോൾ നമ്മള് തൊടുപുഴ കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് തിരുവും വളവും ഹൈറേഞ്ചും നല്ല അടിപൊളി സ്ഥലങ്ങളാവണുള്ളൂ. പക്ഷെ വിഷ്വൽസ് എന്തോരം കാണിക്കാൻ പറ്റും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പൊ തന്നെ 5:30 ആവാറായി. അപ്പൊ ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞോട്ടാ. എല്ലാരും ഉഷാറായില്ലേ? പിന്നെ എല്ലാവരും ഉഷാറാണ്. നല്ല അടിപൊളിയായി. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഉഷാറുണ്ടായിരുന്നില്ലേ. അപ്പൊ ചായ കുടിച്ചപ്പോ നല്ല അടിപൊളി ഉഷാറായി. അപ്പൊ നമ്മളിനി പോവാണ്. അപ്പൊ നമ്മളിവിടെ മലങ്കര ഡാമുണ്ട്. ആ ഡാമിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോകണ്ടിട്ടാ. അപ്പോൾ നമ്മൾ മലങ്കര ഡാമിൻ്റെ അവിടെ വന്നിട്ട് ഒന്ന് കാണാൻ വെച്ചിട്ട്. പക്ഷേ സമയം വൈകാനും ഡാമിൻ്റെ ഇതിന് മുകളിലേക്കൊന്നും കയറാൻ പറ്റില്ല. പക്ഷേ പാർക്കിലേക്ക് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിലാണുള്ളത്. അവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ഡാം കാണാം. അപ്പോൾ ആ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നമുക്ക് വേഗം പോവാം.
കാരണം നമുക്ക് വാഗമൺ എത്തണ്ട. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലുള്ള ഒരു കാഴ്ചയാണ്. നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാട്ടത് അല്ലേ. 5 മണി വരെയാണുണ്ട് അല്ലേ എൻട്രൻസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, അതാണ് കേട്ടോ ഡാമിൻ്റെ കെട്ട്. അപ്പോൾ അവിടെ പോയാൽ അങ്ങനെ കെട്ടും കൂടെ നമുക്കാണ് പോവാം. പക്ഷേ ഇപ്പോൾ നമ്മൾ സമയം വൈകി. അപ്പോൾ പാർക്ക് കുറച്ച് നേരം കൂടി തുറന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പാർക്കിൽ വന്നത്. ഇതാണ് അതിൻ്റെ ഡാമിൻ്റെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായിട്ട് ഈ കാണുന്നത്. അടിപൊളി സ്ഥലം. ഈ പാർക്കിന് ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് കേട്ടോ. സൈഡിൽ നിന്നൊക്കെ കണ്ട അങ്ങനെ മലയോര ചെരുവുകൾ മൊത്തം ഈ വെള്ളം വന്ന് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാട്ടത്. മലങ്കര ഡാം സൂപ്പർ സ്ഥലമാട്ടാ. നല്ല അടിപൊളി ഡാമും പരിസരം. അപ്പോൾ ഈ ഡാമിൻ്റെ സൈഡിലേക്ക് നോക്കിയാണ്ട, ഇവിടെ നമുക്ക് ഈ ഡാമിൽ ഇറങ്ങാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പടവുമാരിയൊക്കെ ഉണ്ട്, അതായത് സ്റ്റെപ്പ് ഇറങ്ങി വരാനും എനിക്കറിയില്ല ഇനി ബോട്ടിങ് ഉണ്ടോയെന്ന് അറിയില്ല. എന്താണെന്നറിയില്ല, ഇവിടെ ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ല അടിപൊളി ഡാമും പരിസരമാണ്. എന്തായാലും യാത്രയുടെ ഇടയിൽ കിട്ടിയൊരു സമയമല്ലേ, കുറച്ച് നേരം ഇരുന്ന് ആടാന്ന് വിചാരിച്ചു. അടിപൊളിയായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ ഡാമിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടെന്ന്. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ വന്നാണ് കേട്ടോ. അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശം. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ തൊടുപുഴ യൂണിറ്റിൻ്റെ. അപകടകരമായ ജലാശയം, നീന്തൽ വശമില്ലാത്തവരും മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ഉപയോഗിച്ചിട്ടും ജലാശയത്തിൽ ഇറങ്ങരുത്. നിങ്ങളുടെ ജീവൻ നിങ്ങൾ തന്നെ സംരക്ഷിക്കുക. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നീന്തലറിയണ കാരണം നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങി ഇവിടെ. നീന്തലറിയാത്തവരാണ് ഇറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞാണ്. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണ്ട, ഇവിടെ വരെ ഇറങ്ങിയാൽ മതി. അല്ല ഇതാടി വരെ സ്റ്റെപ്പ് വേണ്ട. അപ്പോൾ നമ്മൾ ഡാമിലേക്ക് ഇറങ്ങിയിട്ടാ കണ്ട. ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് സ്റ്റെപ്പ് അവിടം വരെ ഇറങ്ങാം നമുക്ക്. അവിടെ കുറച്ചവർ ഇങ്ങനെ തറ പോലെ നിർത്തിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് താഴ്ചയാൻ തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഇതാണ് ഡാം. അപ്പോൾ നമ്മൾ ഇവിടെ അധികം നേരം നിൽക്കാത്ത കാരണം പെട്ടെന്ന് പോവാണ്. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? ടൈമില്ല. സ്ഥലം സൂപ്പറാട്ടാ. പക്ഷെ വന്ന് ഡാമിൻ്റെ മുകളിലൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വരണം. അപ്പോൾ നമ്മളിന്ന് വൈകിയ കാരണം നമുക്ക് അതിന് പോയില്ല. ഇതിൻ്റെ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡാമിൻ്റെ മുകളിലൊക്കെ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു. പക്ഷെ സമയം കഴിഞ്ഞ് ക്ലോസ് ആയി. അപ്പോൾ ഞങ്ങളുള്ളത് വാഗമണിലാണ്. അപ്പോൾ വാഗമണിൽ ഇന്നലെ വൈകിട്ടാണ് എത്തിയത്. കൂടുതൽ അപ്പോൾ വൈകുന്നേരം ആയ കാരണം ഒന്നും കാണിക്കാനൊന്നും പറ്റിയില്ലേ. ഇപ്പോൾ നേരം വെളുത്ത് ഏകദേശം ഒരു 6:30 മണി സമയം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ട്രെക്കിങ് നടത്താമെന്ന് വെച്ചു. അപ്പോൾ നമ്മളിന്ന് പോണത് ഉളുപ്പുണ്ണി ഭാഗത്തേക്കാണ്. അപ്പോൾ അതിനുള്ള നമുക്കുള്ള ജീപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഓഫ് റോഡ് ട്രെക്കിങ്ങിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂട്ടാ. കിടിലൻ എക്സ്പീരിയൻസ്.
അപ്പോൾ നമ്മളിപ്പോഴേ സൂയിസൈഡ് പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് എത്തിയാണ്. എൻട്രൻസ് കടന്ന് ഇതിൻ്റെ ഉള്ളിൽ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര മോശമാകാൻ അവർ നിർത്തിപ്പോയിന്ന്. അപ്പോൾ നമുക്ക് പാരാഗ്ലൈഡിങ് കാണിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അവിടെ അവർ അതിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളി വ്യൂസ് ആയിട്ട് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ സൂയിസൈഡ് പോയിന്റ് കാണാൻ പോവാണ്. അവിടേക്ക് നടന്ന് വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തത്. ഇതൊക്കെ അതിൻ്റെ ഏരിയ ആണ്, മൊത്തം ഈ ഏരിയ അതിൻ്റെയാണ്. മഴ വരുന്നെന്ന് തോന്നുന്നു, ഇടിക്കുലുക്കുണ്ട്. ആ ഇതിപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ വലിയൊരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കയറി ഇതിൻ്റെ 1 2 3 4 ഒരു 5 സ്റ്റെപ്പ് ഉണ്ട്, 5 നില. ആ 5 നിലയിൽ നമുക്ക് നിന്ന് ഇതിൻ്റെ ഫുള്ള് വിഷ്വൽസ് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ട്. അത് നല്ലൊരു വിഷ്വൽസ് തന്നെ അവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നണേ. പക്ഷേ ഇന്ന് നമുക്ക് ഇത് കോട കയറി തുടങ്ങിയിട്ട് നല്ല വിഷ്വൽസ് കാണിക്കാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും നമ്മൾ കയറി നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൊക്കറ്റാറ്റാ. അപ്പോൾ അതെ അവർ അങ്ങോട്ട് പോകണു കേട്ടോ. നമ്മളപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് കയറി നിന്നിട്ടുള്ള വ്യൂ ആണ്. പക്ഷേ ഭയങ്കര കോട കയറി വരിക അവിടെ നിന്ന് താഴ്ത്തുന്നേ. അതാണ് വിഷ്വൽസിന് ഇത്തിരി ക്ലാരിറ്റി കുറയും. നല്ല വിശാലമായ സ്ഥലം കേട്ടാ കാണാൻ. വിശാലമാണ്, അതേമാതിരി വിജനമാണ്. ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആ വാച്ച് ടവറിന്റെ ഏറ്റവും ടോപ്പിലോട്ടപ്പോ. അപ്പൊ അവിടെ നിന്നുള്ള വിഷ്വൽസ് ആണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ടോപ്പിൽ നിന്ന് ആ ഏറ്റവും അടിയിലേക്ക് കണ്ട കോടയാണ് മാറി തെളിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ വ്യൂ ആയിരിക്കും. കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കാം. തെളിയാണെങ്കിൽ നമുക്ക് കാണാലോ. കോട ഇല്ലെങ്കിൽ അതിന്റെ രസം പോയിന്ന്. കോട ഇങ്ങനെ നമുക്ക് മാറണമെന്നില്ല കേട്ടോ, ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വിഷ്വൽസ് ആണ് ഇപ്പൊ കാണുന്നത് കേട്ടാ. അതുകൊണ്ടാ ഈ സൈഡൊക്കെ എല്ലാം ഫുൾ കോട. നല്ലൊരു പ്രത്യേക സുഖ. കോട ഇങ്ങനെ അടിച്ച് കയറുമ്പോ എന്താ സുഖം. പ്രത്യേക അനുഭവങ്ങൾ വേണമെങ്കിൽ നമുക്ക് കുറെ മറ്റേ വാഗമണ്ണ് വരണമെന്ന് പറയില്ലേ. വാഗമണ്ണ് വന്നു കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഒരു ചാഞ്ചാട്ടം നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതായത് കുറച്ച് നേരത്തെ ഇവിടെ കോടയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കോടയായി. അപ്പോൾ അതിൻ്റെ ഒരു സുഖം. അല്ലെങ്കിൽ കാറ്റ്. നമ്മളിപ്പോൾ നമ്മുടെ ആ പാർക്കിംഗ് ഏരിയയൊക്കെ ആയിട്ടാണ് കാണുന്നത്. ആകെ 3 കാറ് അതിനുള്ള വളരെ കുറവ് ആൾക്കാരുള്ളൂ. അപ്പോൾ അതാണ് പാർക്കിംഗ് ഏരിയ. ഞാൻ അവിടെ ഒരു പാലം കണ്ടില്ലടാ, ആർച്ച് പാലം. അതാണ് ആ മറ്റേ അഡ്വഞ്ചർ സോൺ. ഈ ആ മരം മുകളിൽ കാണുന്നത് ആ പാലത്തിന്റെ അപ്പുറത്തായിട്ട്. അതല്ലേ. അപ്പോൾ അതേ ഇവിടെ നമുക്കൊരു സ്റ്റേജ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഗാലറി പൊസിഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേജ്. ഇപ്പൊ നമ്മളെ വാഗമണില് മൊട്ടക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോ കാണിച്ചു തരണേ. അപ്പൊ നിങ്ങള് ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. പിന്നെ നമ്മൾ ഈ പട്ടം പറത്തണ കേസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്. പട്ടം പറത്താനൊക്കെ നല്ല ഈ ഇവിടെ 2 പേര് ഇവിടെ പട്ടം പറത്തിന്റെ പിള്ളേരെ കൊണ്ട് മേടിച്ച് ചെയ്യിക്കുന്നത്. ഇതിന്റെ പുറത്ത് വിൽക്കണതാന്ന് അറിയാൻ കഴിഞ്ഞു. 150 രൂപന്ന്. അപ്പൊ നമുക്കത് അവിടെ നിന്ന് മേടിച്ച് വേണമെങ്കിൽ ഇതിനുള്ളൊക്കെ പട്ടൊക്കെ പറത്തി അങ്ങനെ അടിച്ചു പൊളിക്കാം. അതെ, ഈ
ഈ വാഗമണ്ണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എവിടേക്ക് നമ്മൾ ക്യാമറ തിരിച്ചാലും കിടലൻ പ്ലേസുകളാട്ടോ. അതായത് ആ വ്യൂ അടിപൊളി വ്യൂ. അപ്പൊ നമ്മൾ മൊട്ടക്കുന്നിൽ വന്നിട്ടുള്ള നമ്മുടെ ഒരു വ്യൂ ഒന്ന് നിങ്ങൾ കണ്ടേ, എന്തൊരു ഭംഗിയാ. കരക്കണത് കയറി വന്നിട്ടാട്ടാ മൊട്ടക്കുന്നുകൾ എന്ന് പറഞ്ഞാൽ കണ്ടേ, എത്ര മൊട്ടക്കുന്ന് അവിടെ. പച്ചപ്പ് ഇത്തിരി കുറവുള്ള മാതിരി എനിക്ക് തോന്നുന്നു. ഇതിനല്ല പച്ചപ്പ് ഉണ്ടാവാറുണ്ട് നല്ല സ്റ്റൈലായിട്ട്. ഈ മൊട്ടക്കുന്നുമ്പൊക്കെ നോക്കി ആക്കാല ഒരു മൊട്ടക്കുന്നുമ്മ ഒരു 2 പേര് ഇരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പലയിടത്തും, അതായത് വളരെ ദൂരമൊക്കെ നടന്നു പോയിട്ടാണ് ആൾക്കാര് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. മൊട്ടക്കുന്നില് ഞങ്ങൾ വരുമ്പോ 2 പട്ട പറത്തുണ്ടായിരുന്നുള്ളൂ. അതെ, ഇപ്പൊ 2 പട്ടുള്ളത് ഇപ്പൊ 4, 5, 6, പിന്നെ ഈ സൈഡിൽ 7, 8 പട്ട. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇനി വരണവരൊക്കെ പുറമെ വെക്കണ പട്ടം മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പട്ടത്തിന്റെ ഒരു കളിയായിരിക്കും. അതൊരു ഒരു പ്രത്യേക എയിം തന്നെയാട്ടോ. ഇവിടെ കാണാനും രസമാണ്. നമുക്ക് ഇവിടേക്ക് വന്നിരുന്ന് കഴിഞ്ഞാൽ സമയം പോണെന്ന് അറിയില്ല കേട്ടാ. നല്ല സൂപ്പർ പ്ലേസ് ആണ്. സൈലന്റ് ആണ്, അധികം തിരക്കൊന്നുമില്ല. നമുക്ക് വന്നിരുന്ന് കഴിഞ്ഞാൽ കുറെ നേരം ഇങ്ങനെ ഇരിക്കാൻ തോന്നും. അപ്പോ ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അടുത്ത പ്ലേസിലേക്ക് പോവാ. അപ്പോ ഇത് നല്ലൊരു പ്ലേസ് തന്നെ. മൊട്ടക്കുന്ന് വാഗമണ്ണ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അടിപൊളി. അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. പൈൻ ഫോറസ്റ്റിലേക്ക് പോണ ആ വഴിയാണ് ഈ കാണുന്നത്. സൈഡിലൊക്കെ നിറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇല്ല, ഇപ്പൊ അവിടെ 2 കട തുറന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കട തുറന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള തുറന്ന് വരണല്ലോ. കുറച്ചൊരു നാൾ കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. നല്ല തിരക്കാട്ടോ. ഞാൻ മുന്നിലേക്ക് നോക്കിയേ, ഫുള്ള് പോണേ. നമ്മൾ സാമ്യകലം, മാസ്ക് ഒക്കെ വേണം. അപ്പൊ നമ്മൾ പൈൻ ഫോറസ്റ്റിലാട്ടാ. ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അത് കാരണം കുറച്ച് ഇരുട്ടായിണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു മഴ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇത് കാണുന്നുണ്ട്. അതേമാതിരി കോടയും നല്ല തിരക്ക് അവിടെ പൈൻ ഫോറസ്റ്റില്. അതൊരു പ്രത്യേക ആംബിയൻസ് ഉള്ള സ്ഥലമാണല്ലോ. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇവിടെ എല്ലാവരും വന്ന് നല്ല രസമാട്ടോ. ഇവിടെ നമ്മുടെ അവിടുത്തെ ഈ വാഗമണ്ണുള്ള പൈൻ ഫോറസ്റ്റ്, നമ്മളിപ്പോ ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ പോയുള്ളതിൻ്റെയും സൂപ്പറാന്ന് തോന്നുന്നു എനിക്ക് വാഗമണ്ണുള്ള പൈൻ ഫോറസ്റ്റ് അല്ലേ. നല്ല എയിമാണ്. ഇത് നന്നായി അങ്ങോട്ട് ഇറങ്ങി പോവാനും നടക്കാനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പൊ നമ്മളതൊക്കെ നടന്ന് കാണിക്കുന്നുണ്ട്. നല്ലൊരു സൂപ്പർ സ്ഥലം തന്നെയാ. അപ്പോ ഞങ്ങളിത് പൈൻ ഫോറസ്റ്റിന്റെ കുറെ ഭാഗങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നു കേട്ടോ. ഇനി വേണമെങ്കിൽ താഴോട്ട് പോയാൽ കുറെ കാണാനുണ്ട്. പോണ്ട, കുറച്ച് നാട് പോയിട്ട് കുറച്ച് വിഷ്വൽസും കൂടി നമുക്ക് കാണാം അല്ലേ. അടിപൊളിയായിരിക്കില്ലേ. ആ ഒരു സൗണ്ടൊക്കെ വരണ്ടേ. മഴയാണോ കാറ്റാണോ അറിയില്ല ഞങ്ങൾക്ക്. എന്തായാലും നമ്മൾ കുറച്ചുകൂടി നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പൈൻ ഫോറസ്റ്റിൽ വന്നാലേ നമുക്ക് നമ്മുടെ ഫോട്ടോ ഇവിടെ കണ്ടില്ല, അവര് ലൈവില് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് തരും. ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വേണ്ട. നമുക്കപ്പോൾ അടിപൊളി ഫോട്ടോസ് ഇവരെ കൊണ്ട് ഇടിപ്പിക്കാട്ടെ. ഇവര് അത് ഒരു ഓട്ടോറിക്ഷയിൽ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഉണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിക്കാം എത്ര ചാർജ് എന്നൊക്കെ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ചാർജൊക്കെ? നോർമൽ ഷീറ്റ് 200. അതെ സെയിം മെറ്റാലിക് ഷീറ്റ് വാട്ടർ പ്രൂഫ് ഇതാകുമ്പോൾ 250. ഈ വലിപ്പത്തില് നമ്മുടെ ഫോട്ടോ എടുക്കാൻ 250 രൂപ. അപ്പൊ തന്നെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് കിട്ടില്ല പ്രിന്റ് അടിച്ച്. ആ പിന്നെ ഇനി വലിയ സൈസ് വേണമെങ്കിൽ കണ്ടില്ലേ ഇതേ, ഇതിന് എത്രയാ? ഇതിന് 300 രൂപ. പിന്നെ ഇതാണ് നോർമല്, ഇത് നോർമൽ സൈസ്. ഇത് എത്രയാ? 200 രൂപ. അപ്പൊ നമുക്ക് ഫാമിലിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഫോട്ടോ നമ്മൾ എടുക്കണായിട്ടും ക്ലാരിറ്റിയിലൊക്കെ എടുത്ത് ഇതെങ്ങനെ ഒരു കവറിലിട്ട് ലാമിനേറ്റ് ചെയ്യോ? ലാമിനേറ്റ് ചെയ്യും. അല്ലെങ്കിൽ കവറിൽ വേണമെങ്കിൽ കവറിലിട്ട് തരും. അത് അടിപൊളി പരിപാടിയാട്ടത്. ഞങ്ങൾ ഇവിടെ ആദ്യം വന്നപ്പോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പൊന്നും ചെയ്യണില്ല. അതായത് നമ്മള് പൈൻ ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞുട്ടാ. മുഴുവനൊന്നും കണ്ടില്ല, ഒരുവിധമൊക്കെ പോയി കണ്ടു. ഇനി നമ്മള് സമയമില്ലാത്ത കാരണം അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മളിന്നൊരു ഓടിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും പോയിട്ട് കാണലാണ്. കാരണം നമ്മൾ ഒരു ദിവസത്തേക്കാണ് വന്നത്. അതിൽ ഓഫ് റോഡ് തന്നെ നമുക്ക്
ട്രക്കിംഗ് ഉണ്ടായിരുന്നു 5 മണിക്കൂർ. അത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ കാണിക്കണേ. അപ്പോൾ നമ്മൾ തങ്ങൾപ്പാറയിൽ എത്തിയിട്ടാ. അപ്പോൾ ടൈം ഇപ്പോൾ ഏകദേശം ഒരു 4:40 ആയിട്ടുള്ളൂ. പക്ഷെ അവര് ഇപ്പോൾ 5 മണിക്ക് മുപ്പാടായിട്ട് പുറത്തേക്ക് പോരണം എന്നാ പറഞ്ഞ. അപ്പോൾ അതുകൊണ്ട് കടത്തി കൊണ്ട് കാലാവസ്ഥ ഭയങ്കര മോശമാണ്. ചെറുതായിട്ട് ഇടി കുടുങ്ങുന്നുണ്ട്. പിന്നെ അതേമാതിരി കോടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെക്യൂരിറ്റി ചാട്ടം കൂടി ഉണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഇനി അങ്ങോട്ട് കടത്തി വിടാൻ പറ്റില്ല എന്ന്. അപ്പോൾ നമ്മൾ വൈകി പോയി. അപ്പോൾ നമുക്ക് ഇനി ഒരു അവസരം വരുമ്പോൾ അത് കാണാം. അത് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോഴേ നമുക്കിവിടെ ഇപ്പോൾ കടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ചേട്ടനോട് ഇത് തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഐതിഹ്യം അല്ലെങ്കിൽ അത് എന്താന്ന് ഒന്ന് ചേട്ടനൊന്ന് പറഞ്ഞു തന്നെ. അതായത് ഇവിടെ 800 വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് ഫരീദ് ഔലിയ എന്ന് പറയുന്ന മഹാന ഇബാദത്തിന് വന്നിരുന്ന സ്ഥലമാണ് കോലാഹലം മേട് എന്ന് പറയുന്ന തങ്ങൾപ്പാറ എന്നുദ്ദേശിക്കുന്ന സ്ഥലം. ഇവിടെ നല്ല ഈ ജാതിമത ഭേദമന്യേ നിരന്തരം ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നുണ്ട്. അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കുകയാണെങ്കിൽ അവർ ഇവിടെ നേർച്ചയാക്കി പോവുകയും അത് വന്ന് കഴിക്കാറുമുണ്ട്. അതാണ് ഇവിടുത്തെ എല്ലാം. ഇതിന്റെ ഉള്ളില് എന്താ മോസ്കോ അങ്ങനെ മോസ്കല്ല, മക്കാമുണ്ട്. ഷെയ്ഖ് ഫരീദ് ഔലിയയുടെ മക്കാം. അവര് ഇബാദത്തിന് വന്നിരുന്ന സ്ഥലം. അത് ഇപ്പോഴും ഉണ്ട്. അവിടെ വളർന്നുകൊണ്ടേ ഇരിക്കുന്ന മുഴുത്തൊരു പാറയുണ്ട്. ആ പാറയുടെ അവിടെയാണ് മഹാനവരുകൾ വന്നിരുന്നത്. അത് ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ ദൂരമുണ്ട് നടക്കാനുണ്ട്. അപ്പൊ ആ പാറയുടെ മുകളിലൊക്കെ നമുക്ക് നടന്ന് കാണാനുള്ള നല്ല വ്യൂ പോയിന്റ്. പിന്നെ പ്രത്യേകിച്ച് നല്ലതെന്ന് പറഞ്ഞാല് വാഗമണിലെ ഏറ്റവും വലിയ വ്യൂ പോയിന്റ് ഇവിടെയാണ്. ഈ പാറയുടെ മുകളിൽ ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ കാണാൻ കിട്ടുന്ന സ്ഥലമാണ്. അതായത് എറണാകുളം, ആലുവ മുതലുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ മൊത്തമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നിങ്ങൾ വന്ന ഈ ടൈമിൽ ഒന്നും കാണാൻ ഒക്കത്തില്ല. അതിഭയങ്കരമായ കോടയും ഇടിയും മുഴങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കയറ്റി വിട്ടാൻ. അപ്പോൾ നമുക്ക് ഭാഗ്യമില്ല, നമ്മുടെ ക്ലൈമറ്റ് നമ്മളെ ചതിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് കയറാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു പോകണം. ഇനിയൊരു ടൈമിലാവാം. അപ്പോൾ അതിന്റെ ഐതിഹ്യവും കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചറിഞ്ഞതാണ്. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നത് എന്താന്ന്. അപ്പൊ അതിനെ കുറിച്ച് ചേട്ടൻ നമുക്ക് കാണാനുള്ളതുണ്ട്. പക്ഷേ പോയാലൊന്നും കാണത്തില്ല, നമുക്ക് ക്യാമറയിലൊന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ ചേട്ടാ. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാം. അപ്പൊ ഞങ്ങളെ വാഗമണ്ണിൽ നിന്ന് മടങ്ങിപ്പോരാട്ടാ. ഇപ്പൊ അത് 5 മണി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇറങ്ങണത് ഈരാറ്റുപേട്ട വഴിക്കുക. അപ്പൊ ആ വഴിയിൽ ഇപ്പൊ കണ്ട കോട ഫുള്ള്. കുറച്ച് ക്യാമറയിൽ ക്ലാരിറ്റി തോന്നും, പക്ഷെ കോട നന്നായി കയറി വരുന്നുണ്ട്. 5 മണി കഴിഞ്ഞിട്ടുള്ളൂട്ടാ. അപ്പോൾ ഇതേ കണ്ടില്ലേ വണ്ടിയൊക്കെ ലൈറ്റ് ഇട്ട് വരണ. അവിടെ താഴത്തൊക്കെ നല്ല കോടയാ. ചെറിയ ഒരു മഴ, ആ കോട വന്നതിന്റെ ചെറിയൊരു ചാറലും. അടിപൊളി ഫീലാട്ടാ അല്ലേ? കോട ബൈക്കുകാരൊക്കെ കോട്ടൊക്കെ ഇടുന്നു. ചെറുതായിട്ട് ആ കോട കയറി വരുന്നതിന് മഴ വരുന്നുണ്ട്. എന്തിനാ നമ്മള് വരുത്തൻ സിനിമയില് അതിലുള്ള ഒരു ഭാഗമായിട്ട് ഈ കാണുന്നത്. ഇപ്പൊ നമ്മുടെ നേരെ കാണാൻ നിങ്ങൾക്ക് ഒരു സിമോക്ക് ഇരിക്കുന്ന ഒരു ഷെഡ്. അന്ന് സിമോ ഇല്ല അല്ലേ? അന്ന് സിമോ ഇല്ല, പിന്നെ ഷെഡ് മാത്രമേ ഉള്ളൂ. സിമോ ഇപ്പൊ വന്നതാണ്. അപ്പോൾ നമ്മൾ വാഗമണിയിൽ നിന്ന് മടങ്ങി വരാം കേട്ടോ. അപ്പോൾ നമ്മൾ വാഗമണിയിൽ നിന്ന് മടങ്ങി ഈരാറ്റുപേട്ട റൂട്ടിലാണ് പോകണം. അപ്പോൾ ഏകദേശം ഒരു 4 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോൾ കാരിക്കാട് ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ നിർത്തി. അപ്പോൾ ആ സ്ഥലത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇഷ്ടം പോലെ സിനിമകളിൽ ആ ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ പാറ നോക്കി, അവിടുത്തെ ഈ പാറ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എന്ത് രസത്തിലാണ് ഇവിടെ റോഡ് ഉണ്ടാക്കിയാണ് കണ്ടാ. അപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ട് നമ്മളിവിടെ ഈ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഓർഡർ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ബ്രെഡും ഓംപ്ലേറ്റും കൂടിയുള്ള ഒരു പരിപാടി, അത് ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് ആൾക്കാർ കളി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവരോടെ ഒന്ന് ചോദിക്കാം ഇവിടെ ഏതൊക്കെ സിനിമയാണ്, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതെ, ഞാൻ ഇപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയത് ഒരു സിനിമ ലൊക്കേഷനാന്നൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു ഇവിടെ ഏതൊക്കെ സിനിമയാണ് അടുത്ത കാലത്തൊക്കെ നമുക്ക് ഹിറ്റായിട്ട് അറിയാൻ പറ്റിയ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതൊക്കെ? ഹിറ്റായത് അതിന്റെ ഓർഡർ അനുസരിച്ച് പറയുകയാണെങ്കിൽ വാഴുന്നൂര്, ലേലം, അങ്ങനെ സുരേഷ് ഗോപിയുടെ പൈലറ്റ്, അതിനുശേഷം പിന്നെ ഒട്ടേറെ തമിഴ് പടങ്ങള്, പിന്നെ നസ്രാണി, ഈ ഭാഗം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. കാർബൺ, അതുപോലെ ഒട്ടേറെ പടങ്ങൾ ഏത് പടത്തിലും വർത്തം കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഷെഡ് കാണില്ലേ?
അത് ആ ഷെഡ് ഒന്ന് ഷെഡ് കാണിച്ചു കൊടുത്തരാ. അത് നേരത്തെ അവിടെ വേറൊരു വെയിറ്റിംഗ് ഷെഡ് ആയിരുന്നു. അപ്പം പഞ്ചായത്ത് അത് പൊളിച്ചിട്ട് വേറെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് സെന്റർ പോലെയൊക്കെ തുടങ്ങാനുള്ള പ്ലാനിലാണ്. അപ്പൊ അതിന്റെ പേരിൽ ആ ഷെഡൊക്കെ പൊളിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെയാണ് പണിയുന്നത്. അപ്പൊ ഇത് പണിത സമയത്താണ് ഇവിടെ വരുത്തൻ ഷൂട്ട് ചെയ്താണ്. അതെ, ഇത് പണിത സമയത്താണ് ഇവിടെ വരുത്ത ഷൂട്ട് ചെയ്തത്. പിന്നെ ഇപ്പൊ സുരേഷ് ഗോപിയുടെ കാവലൻ എന്ന് പറയുന്ന ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഈ ചായക്കട എങ്ങനെ എത്ര പടങ്ങളില് ഷൂട്ട് ചെയ്തിട്ടുണ്ട്? ഇതൊരു സീരിയൽ ഉൾപ്പെടെ ഹിന്ദി ഫിലിം, ഒരു ചെറിയ സീരീസ് പോലെ 1-2 പടത്തിലും, പിന്നെ ഹിന്ദി സീരീസ് ആണ്, സോറി സിനിമയല്ല, പിന്നെ മലയാളം സീരിയൽ 2-3 പിന്നെ സിനിമ, പിന്നെ ഒരു സിനിമ കാർബണിൽ ചെയ്തിട്ടുണ്ട്. ഈ ചായക്കട അത് നടൻ വന്ന് ചായ കുടിക്കുന്ന ഭാഗം അത് ആരാന്ന് നടൻ? പിന്നെ ഇതിന് ഫേമസ് ആയിട്ട് യോബിന്റെ പുസ്തകത്തില് ഈ ഭാഗം ഫുള്ളാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ ഭാഗം ഇത് ഫുള്ളാ യോബിന്റെ പുസ്തകത്തിലുള്ള ഭാഗമാണുള്ള. കൃത്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല, കാരണം അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മള് സ്പെഷ്യൽ സാധനം ഓർഡർ ചെയ്താട്ടാ, ബ്രെഡ് ഓംലേറ്റ് ചെയ്ത് അത് വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റും കൂടി ഞാൻ പറയാം. ഈ അന്തരീക്ഷത്തില് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാട്ടാ ചൂടുള്ള ഈ ബ്രെഡ് ഓംലേറ്റ്. അതായത് ഇപ്പോ ചെറിയൊരു മഴ ചാറി അത് നിന്നു ഇങ്ങനെ കുറേശ്ശെ ചാറുണ്ട്. അതേമാതിരി ചെറിയൊരു തണവും കോടയൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു ഫുഡ് തന്നെയാട്ടോ അത് കഴിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ട് ചേട്ടാ, അടിപൊളിയായിരുന്നു കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. സിനിമാക്കാർ വരെ ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്നതാണ്. അതെ, അത്ര ഫേമസ് ആ പുള്ളി. അത് ശരി. അപ്പോൾ അവർ പറഞ്ഞ മാതിരി ഒരുപാട് സിനിമയിൽ ഈ ഭാഗങ്ങൾ ഉണ്ട് കേട്ടോ. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പല അവർ പറഞ്ഞ പേരുകളിലൊക്കെ ഞാൻ ഈ വരത്തനിൽ ഈ ഭാഗം കണ്ടിട്ടുണ്ട്. ഈ വന്നിട്ട് ഇവിടെ അങ്ങനെ കയറി പോണത് അതൊക്കെ ഹെലിക്കാമിലൊക്കെ പിടിക്കണമെന്ന് തോന്നുന്നു. പക്ഷേ ഒരുപാട് സിനിമയിലുള്ള ഒരു ഭാഗം തന്നെയാട്ടോ. ഒരു അടിപൊളി സ്ഥലമാണ്. നമ്മൾ ലാസ്റ്റ് നേരം വൈകിട്ടാണ് ഇവിടെ എത്തിയത് മാത്രം. നമ്മളെ വാഗമണിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുറച്ച് പോന്നപ്പോൾ ഒരു വെള്ളിക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഗ്രോട്ട കണ്ടിട്ടാണ്. അപ്പോൾ ഗ്രോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നണത് നമ്മുടെ അവിടെയൊക്കെ പാറ പോലെ മോഡൽ ഉണ്ടാക്കണേ. പക്ഷേ ഇവിടെ കണ്ട ഒറിജിനൽ പാറേനെ ഉള്ളിലാണ് ഗ്രോട്ട ഉണ്ടാക്കണേ. അതൊരു നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. എന്തായാലും നിങ്ങൾ നോക്കി നമുക്ക് മനസ്സിലാവും. പാറ ഇങ്ങനെ കട്ട് ചെയ്ത് പോയുള്ള വലിയ പാറയിലാണ് മാതാവിൻ്റെ ഗ്രോട്ട ഉണ്ടാക്കി വെക്കുന്നത്. നല്ല ഭംഗിയിട്ടുള്ളതാണ് മാതാവിൻ്റെ രൂപമൊക്കെ വെച്ച്. നമ്മൾ ആ ഗ്രോട്ടയുടെ ഓപ്പോസിറ്റ് ഒരു കട, അതായത് ആ കടയിലെ ചേട്ടനോട് ചോദിച്ചു ഇതിനെ കുറിച്ച്. അപ്പോൾ ചേട്ടൻ അതിൻ്റെ 1-2 കാര്യങ്ങൾ പറയും. ഒന്ന് പറഞ്ഞു. ഒറിജിനലായിട്ടുള്ളൊരു പിന്നെ ഗ്രോട്ടയാണ്. ഇതെല്ലാം ലൂർദി മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഒറിജിനലായിട്ട് നാച്ചുറൽ ആയിട്ടുള്ളത് ലൂർദിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ വെള്ളിക്കുളം എന്ന് പറഞ്ഞ ഈ സ്ഥലം, ഇത് വാഗമണിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് പോകുന്നു? 7 കിലോമീറ്റർ വാഗമണിയിൽ നമ്മൾ പോകുന്നു ഈരാറ്റുപേട്ട റൂട്ടില്. ഇപ്പൊ പള്ളിയുണ്ട്, ഇനി ഇങ്ങോട്ട് പോയിട്ട് സ്കൂളുണ്ട്, വെള്ളമുണ്ട്, വൃത്തിയാകാത്ത വെള്ളമുണ്ട്. അകത്ത് വെള്ളം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് കുടിക്കാനോ എന്തെങ്കിലും ഉപയോഗിക്കില്ല. അത് വളരെ കച്ചിട്ടുള്ളൊരു വെള്ളമാണ്. അതുകൊണ്ടൊക്കെ പിന്നെ അത് കോരിയെടുത്ത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇവിടെ അടുത്തൊരു കൊച്ചിന്റെ കാല് മടിഞ്ഞിങ്ങനെ പുറം കുത്തി നടന്നതാണ്. വെള്ളം എടുത്തുകൊണ്ട് തിരുമി പിന്നെ കാല് നല്ല നേരെ നടക്കുന്നു. അത്ഭുതങ്ങൾ ഉണ്ട്. അവിടുത്തെ അപ്പൊ ആ വെള്ളപ്പം ഞങ്ങൾക്ക് അവിടെ പോയി കാണാൻ പറ്റും. അതിനകത്ത് കയറിയ കാണാം. അപ്പൊ നമുക്കൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. 700 കുട്ടികളോട് പഠിക്കുന്നതാണ് ഈ സ്കൂളിൽ. ഞാൻ 35 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളാണ്. 35 വർഷമായിട്ട് ഞാൻ കടയായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു അപകടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പിള്ളേരെല്ലാം ഓടുകയും വൃത്തിയും വണ്ടികൾ വരികയും എല്ലാം ചെയ്യുന്നതാണ്. ഒരു
ഒരു അപകടം അങ്ങനെ മാതാവിന്റെ ഒരു പ്രത്യേക സംരക്ഷണം അനുഗ്രഹം ഉണ്ടെന്ന് ഈ സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ വളവായിട്ടുള്ള ഈ ഭാഗത്ത്. ഈ വഴിക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ അപകടങ്ങളൊക്കെ വളരെ കുറവാണ്. ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അത് 22 വർഷം മുമ്പ് ലേലം സിനിമയുടെ ഷൂട്ട് ചെയ്താണ് സുരേഷ് ഗോപി സംവിധാനം, ജോഷി സാർ സംവിധാനം ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു വേറൊരു രണ്ടാം ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. ഒരു പയ്യൻ വന്ന സുരേഷ് ഗോപി ചെറുപ്പമായിരുന്ന ഉള്ള ആ ഒരൊറ്റ ഭാഗം ഇവിടെ ഒന്ന് എടുത്തിരുന്നത്. ഇവിടെ എടുത്താണ്. അതെ, കുട്ടിക്കാലത്ത് വേറെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ബാക്കി. അപ്പൊ ഇവിടെ ഈ ഗ്രോട്ടേര ഭാഗമാണ്. ഒത്തിരി റൺവേ ഇവിടെ ഒത്തിരി പടങ്ങള് ഈ ഗ്രോട്ടയുണ്ട്. അതെ അതെ, അപ്പൊ മെയിനായിട്ട് ലേലം സിനിമയാണ്. ലേലത്തില് ഈ ഇവിടെ വന്നാണ് നേർച്ചിറെന്തോ. അപ്പൊ നമ്മുടെ ലേലപ്പടത്തില് സുരേഷ് ഗോപി വന്ന് നേർച്ചിടണ ആ ഗ്രോട്ട ഇതാണല്ലേ. അപ്പൊ അതേമാതിരി ഒരുപാട് സിനിമകള് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഇപ്പതേ വീണ്ടും സുരേഷ് ഗോപിയുടെ പുതിയ പടം, പടത്തിന്റെ പേര് കാവൽ എന്ന കാവൽ എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഷൂട്ടിംഗ് ഇന്നലെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ പോണ ദിവസം അതിന്റെ സുരേഷ് ഗോപി ചെറുപ്പകാലം ചെറുപ്പകാലം അഭിനയിക്കുന്ന ഭാഗം ഇപ്പൊ ഈ ഗ്രോട്ടയും ഈ ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ആ ചേട്ടൻ പറഞ്ഞില്ലേ ഇതിന്റെ ഉള്ളിൽ വെള്ളം ഈ പാറയുടെ ഉള്ളില് ഇതിവിടെ ഉണ്ട് കേട്ടോ. ഈ വെള്ളമാണ് തീർത്ഥം എന്ന് പറഞ്ഞത്. ഇതിനുള്ളിൽ എപ്പോഴും ഈ പാറയുടെ ഉള്ളിൽ വെള്ളം ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അതൊന്ന് കാണിച്ചു തരാൻ ഞങ്ങൾ ഉള്ളിൽ കയറി വന്നാട്ടെ ഗ്രോട്ടയുടെ ഉള്ളിലേക്ക്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വാഗമൺ വിശേഷങ്ങൾ. പിന്നെ ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയാണ്, നമ്മുടെ ഓഫ് റോഡ് ട്രക്കിങ്ങിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. നല്ലൊരു വെറൈറ്റി വീഡിയോ ആണ്, അത് എല്ലാവരും ഒന്ന് കണ്ടോളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞങ്ങളുടെ വീഡിയോസിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.